ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന 15ാമത്തെ ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു സ്പീഷ്യസിൻ്റെയും അവ വസിക്കുന്ന ഏരിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രൊപ്പോസ് ചെയ്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് within a region, species richness increases with the increasing explored area, but only up to a limit. അദ്ദേഹം പറഞ്ഞത് ഒരു റീജിയനിൽ, ഒരു സ്ഥലത്ത് ആ സ്പീഷ്യസ് റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുമെന്ന്. കാരണം സ്പീഷ്യസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ റിച്ച്നെസ് അവിടെ കൂടും. നമ്മൾ എത്ര ഏരിയ നമ്മൾ കണക്കാക്കുന്നു അതിനനുസരിച്ച് ആ ഏരിയയുടെ അളവിനനുസരിച്ച് അവിടെയുള്ള ജീവികളുടെ എണ്ണം അല്ലെങ്കിൽ സ്പീഷ്യസിൻ്റെ എണ്ണം അവിടെ കൂടുതലായിരിക്കും. പക്ഷെ ആ കൂടുന്നത് ഒരു പ്രത്യേക ലിമിറ്റ് വരെ കൂടത്തുള്ളൂ. പിന്നെ അത് സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷ്യസ് റിച്ച്നെസ്സും കൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതെവിടെ കണ്ടൊരു ഗ്രാഫ്, ഇതിന് പറയുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇവിടെ അപ്പം ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷ്യസ് റിച്ച്നെസ് ഇങ്ങനെ കൂടി വരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് S = CA⁻Z ആണ്. അപ്പോൾ അതിൽ S എന്ന് പറയുന്നത് സ്പീഷ്യസ് റിച്ച്നെസ് ആണ്, A ഏരിയ, C എന്ന് പറയുന്നത് Y ഇൻ്റർസെപ്റ്റ് ആണ്, Z എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്. പിന്നെ ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോഗരിതമിക് സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക. ലോഗ് സ്കെയിലിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് log C + Z log A ആണ്. ലോഗരിതമിക് സ്കെയിൽ കാണിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി നമ്മൾ ഒരു സ്മോൾ ഏരിയ, കുറച്ച് ഏരിയ മാത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ Z വാല്യൂ എന്ന് പറയുന്നത് 0.12 ആണ്. 0.2 ആണ് Z വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ഏരിയയിലാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു ലാർജ് ഏരിയ, ഇപ്പോൾ നമ്മളൊരു എൻ്റയർ കോണ്ടിനെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ Z വാല്യൂ എന്ന് പറയുന്നത് 0.62 1.2 ആണ് നമുക്ക് കിട്ടുന്നത്. 1.2 ആണ് നമുക്ക് കിട്ടുന്നത്. 0.62 1.2 അതാണ് ഒരു ലാർജർ ഏരിയയിൽ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു എൻ്റയർ കോണ്ടിനെൻ്റ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന Z വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്രൂഗിവോറസ് ബേർഡ്സിലും മാമൽസിലൊക്കെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കാണുന്നതാണ് ഫ്രൂഗിവോറസ് ബേർഡ്സും മാമൽസും. അപ്പോൾ അവയൊക്കെ കാണുന്ന ആ കോണ്ടിനെൻറ്റിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 1.15 ആണ്. 1.15 ആണ്. ഫ്രൂഗിവോറസ് ബേർഡ്സും മാമൽസും ഒക്കെ കാണുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സിൻ്റെ Z വാല്യൂ എന്ന് പറയുന്നത് 1.15 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ നോക്കണം. ആരാണ് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രൊപ്പോസ് ചെയ്തതെന്നും അതെങ്ങനെയാണ് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം സ്പീഷ്യസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. അപ്പോൾ സ്പീഷ്യസ് റിച്ച്നെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ സ്പീഷ്യസ് ആണ്. അപ്പോൾ ഇത്രയാണ് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പം പോൾ എൽറിച്ച് പ്രപ്പോസ് ചെയ്ത ഹൈപ്പോത്തസിസ് ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ റിവറ്റ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിനൊക്കെ നമ്മൾ എയ്റോപ്ലെയിനിൻ്റെ ഓരോ പാർട്സും സ്ക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന ആ സാധനത്തിന് പറയുന്ന പേരാണ് നമ്മൾ റിവറ്റ് എന്ന്. അപ്പം ഹൈപ്പോത്തസിസ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ആൻ എയ്റോപ്ലെയിൻ, ഓൾ പാർട്സ് ആർ ജോയിൻഡ് വിത്ത് മെനി റിവറ്റ്സ്. If passengers pop a rivet,
it may not affect the flight safety. But as more and more rivets are removed, the plane becomes dangerously weak. Loss of rivets on the wings is more dangerous than loss of a few rivets on the seats or windows. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു എയ്റോപ്ലെയിനിൻ്റെ എല്ലാ പാർട്സും ജോയിൻ ചെയ്തിരിക്കുന്നത് കുറേ റിവറ്റ്സ് വെച്ചാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പാസഞ്ചർ അതിലേതെങ്കിലും ഒരു റിവറ്റ് എടുത്താൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഫ്ലൈറ്റ് എയ്റോപ്ലെയിൻ പറക്കുന്നതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇറ്റ് മേ നോട്ട് അഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി. പക്ഷേ ഒന്നിൽ കൂടുതൽ റിവറ്റ്സ് അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്, ഫ്ലൈറ്റിന് അത് ഡേഞ്ചറസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ റിവറ്റ് അതിൻ്റെ വിങ് ഉണ്ടല്ലോ, നമുക്കറിയാം എയ്റോപ്ലെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വിങ്സാണ്, പറക്കാനായിട്ട് വിങ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ വിങ്സിലുള്ള റിവറ്റ്സാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. ഇപ്പം വിൻഡോസിൽ ഉള്ള റിവറ്റ്സോ അല്ലെങ്കിൽ സീറ്റിലുള്ള റിവറ്റ്സിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് എയ്റോപ്ലെയിൻ്റെ വിങ്സിലുള്ള റിവറ്റ്സ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് കൂടെ അദ്ദേഹം ഈ റിവറ്റിനെയും എയ്റോപ്ലെയിനെയും ഒക്കെ ഇക്കോസിസ്റ്റമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ അതിൽ ഓരോ പാർട്സും ജോയിൻ ചെയ്തിരിക്കുന്ന റിവറ്റ്സ് എന്ന് പറയുന്നത് റിവറ്റ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്തേക്കുന്ന സ്പീഷ്യസ് ആയിട്ടാണ്. അപ്പോൾ എക്കോസിസ്റ്റത്തിൽ ഓരോ പാർട്സിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്പീഷ്യസ് ആണ്. ഇനി അതിൽ ഏതെങ്കിലും ഒരു സ്പീഷ്യസ് എക്സ്റ്റിൻ്റ് ആകുന്നതിനാണ് അദ്ദേഹം പറയുന്നത് ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ്, ഒരു റിവറ്റ് നഷ്ടപ്പെടുക എന്നതിനെയാണ് അദ്ദേഹം എക്സ്റ്റെൻഷൻ ഓഫ് ദ സ്പീഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫങ്ഷനിങ് ഓഫ് ദ എക്കോസിസ്റ്റം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കൂടുതൽ റിവറ്റ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഡേഞ്ചർ. അപ്പോൾ ഓരോ ജീവികളും ഇങ്ങനെ എക്സ്റ്റെൻഡ് ആകുന്നതിനനുസരിച്ച് ആ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെയും അത് എഫക്റ്റ് ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ട് പിന്നെ ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ വിങ്സിലെ റിവറ്റ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് എക്കോസിസ്റ്റത്തിലെ കീ സ്പീഷ്യസുമായിട്ടാണ്. കീ സ്പീഷ്യസ് ഇൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസമാണ് ആ എക്കോസിസ്റ്റത്തിൽ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ ഓർഗാനിസവും ജീവിക്കുന്നത്. അപ്പോൾ ഈ കീ സ്പീഷ്യസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആക്കി പോവുകയാണ് ആ എക്കോസിസ്റ്റത്തെ കംപ്ലീറ്റ്ലി അത് ബാധിക്കുക. അതാണ് കീ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിങ്സിലെ റിവറ്റ്സ് നഷ്ടപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പ്രൊപ്പോസ്ഡ് ബൈ പോൾ എൽറിച്ച്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം, അതിൻ്റെ നാശത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് മെയിനായിട്ട് 4 കാര്യങ്ങളാണ്. ദിവിൽ ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഹാബിറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അലൈൻ സ്പീഷ്യസ് ഇൻവേഷൻ, കോ എക്സ്റ്റെൻഷൻ. ഇനി ഇതിൽ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ നശിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് ആവാസ വ്യവസ്ഥ നശിച്ചു പോകുന്നതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റിക്ക് ലോസ് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാരണമാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ 14 മുതൽ 16% വരെ നശിച്ചു പോയി ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ വഴി. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹെക്ടേഴ്സ് റെയിൻ ഫോറസ്റ്റ് ഓരോ മണിക്കൂറിലും അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ മൂലം ആയിരക്കണക്കിന് ഹെക്ടേഴ്സ് ഓഫ് റെയിൻ ഫോറസ്റ്റസ് ആർ ബീങ് ലോസ്റ്റ് വിതിൻ ഹവേഴ്സ് ആണ്. പിന്നെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ അവർ നശിപ്പിക്കുന്നു. ആമസോൺ റെയിൻ ഫോറസ്റ്റിന് എന്തിനു വേണ്ടിയാണ്? സോയാബീൻ കൾട്ടിവേഷൻ നടത്താനായിട്ട് ആമസോൻ റെയിൻ ഫോറസ്റ്റിലുള്ള ഗ്രാസ് ലാൻഡ്സ് ഒക്കെ നശിപ്പിച്ച് കളയുന്നു, ട്രീസൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. അതേപോലെ തന്നെ ക്യാറ്റിൽ കന്നുകാലിയൊക്കെ മേഞ്ഞ് അവിടുത്തെ ആവാസ വ്യവസ്ഥ ഫുള്ള് നശിക്കുകയാണ്.
പിന്നെ ഈ ഫ്രാഗ്മെൻറ്റേഷൻ പറഞ്ഞ് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കെട്ടിടം പണിയാനൊക്കെ ആയിട്ട് നമ്മൾ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഏരിയകളൊക്കെ നമ്മൾ കുറേ ഈ ഖനനമൊക്കെ വേണ്ടി നമ്മൾ ആവാസ വ്യവസ്ഥ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഫ്രാഗ്മെൻ്റ് ആയിട്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ടെറിട്ടറി ഉണ്ട്, അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അവർക്ക് ടെറിട്ടറി, അതേപോലെ മൈഗ്രേറ്ററി അനിമൽസിനും ബേർഡ്സിനൊക്കെ. അപ്പോൾ അതൊക്കെ അവർക്ക് നഷ്ടമാകണം, അവരുടെ ഏരിയ നഷ്ടമാകുന്നു. അങ്ങനെ നഷ്ടമാകുമ്പോൾ അവരുടെ ജീവന് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. പിന്നെ അടുത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അമിതമായ ഉപയോഗം മൂലം, ചൂഷണം എന്ന് പറയും. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിലൂടെയും അവിടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നു, ജൈവ വൈവിധ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിച്ചതാണ് സ്റ്റെല്ല സീ കവും പാസഞ്ചർ പീജിയൻ എന്ന് പറയുന്നത്. സ്റ്റെല്ലാസ് കൗ, സീ കൗ ആൻഡ് പാസഞ്ചർ പീജിയൻ എക്സെട്ര എക്സ്റ്റിൻ ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അമിതമായ ചൂഷണം വഴിയാണ് ഈ രണ്ട് ജീവികളും നശിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് അലൈൻ സ്പീഷ്യസ് ഇൻവേഷൻ. ഇപ്പോൾ ഇവിടെ അലൈൻ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എല്ലയുള്ളൂ, ഡബിൾ എല്ലില്ല. അലൈൻ സ്പീഷ്യസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ സ്ഥലത്തേക്ക് പുതിയ ഒരു ജീവി വരുന്നു, അതാണ് അലൈൻ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പുതിയൊരു ജീവി വരുമ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി ഉള്ള ഇൻഡിജീനിയസ് സ്പീഷ്യസ് നമ്മൾ പറയും. അപ്പോൾ പുതിയ ജീവി വരുമ്പോൾ ഈ ഇൻഡിജീനിയസ് സ്പീഷ്യസിനെ അത് ബാഡ്ലി അഫക്റ്റ് ചെയ്യും. പുതിയൊരു നമ്മുടെ വീട്ടിലേക്ക് വേറൊരാൾ വരുമ്പം നമ്മുടെ ഏരിയ നമുക്ക് നഷ്ടമാകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു അലൈൻ സ്പീഷ്യസ്, വേറൊരു സ്പീഷ്യസ് വരുമ്പോൾ ഇൻഡിജീനിയസ് സ്പീഷ്യസിന് നാശം സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഞാൻ എക്സാമ്പിളാണ് നൈൽ പേർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലേക്ക് വിക്ടോറിയ. നൈൽ പേർച്ച് എന്ന് പറയുന്ന ഒരു ചെടി ലേക്ക് വിക്ടോറിയയിൽ വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, 200 സ്പീഷ്യസ്, ഏകദേശം 200ഓളം സിച്ചിൽഡ് ഫിഷസ് നശിച്ചു പോയി. അപ്പോൾ ഈ നൈൽ പേർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ വഴി സിച്ചിൽഡ് ഫിഷ് നശിച്ചു പോയി. അതാണ് അലൈൻ സ്പീഷ്യസ് ഇൻവേഷൻ. അതൊരു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാണ്. അടുത്തത് കോ എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷ്യസ് എക്സ്റ്റിൻ്റായി പോകുമ്പോൾ, അല്ലെങ്കിൽ അത് വംശനാശം ഭീഷണി നേരിട്ട് നശിച്ചു പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇവോൾവ് ചെയ്തിട്ടുള്ള ആയിട്ട് ഇവോൾവ് ചെയ്തിരുന്ന വേറെ ജീവികളും നശിച്ചു പോകുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെടി നശിച്ചു പോകുമെന്ന് വിചാരിച്ചു, എക്സ്റ്റിൻ്റായി. അപ്പോൾ അതിനെ ഉപയോഗിച്ച് അതിൻ്റെ പാരസൈറ്റ് ആയിരുന്ന വേറെ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അപ്പോൾ അതും അങ്ങനെ എക്സ്റ്റിൻ്റായിട്ട് പോകും. ഇപ്പം നമുക്കറിയാം ഒരു ചെടീനെ കഴിക്കുന്ന ഒരു പുഴുവുണ്ട്. ഇപ്പോൾ ആ ഒരു പുഴുവുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ചെടി നശിച്ചു പോയി കഴിയുമ്പം ഈ പുഴുവിന് വേറെ ചെടിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ആ ചെടി മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ പുഴു എന്ത് ചെയ്യും, ഭക്ഷണം കിട്ടാതെ നശിച്ചു പോകുന്നു. അതാണ് പറയുന്നത് കോ എക്സ്റ്റിൻഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പീഷ്യസ്, ആ ചെടി ആ ഭൂലോകത്തുനിന്നേ ഇല്ലാതായി, അല്ലെങ്കിൽ ആ ഹോസ്റ്റ് അല്ലെങ്കിൽ ആ മൃഗം നമ്മുടെ ലോകത്തു നിന്ന് ഇല്ലാതെ എക്സ്റ്റിൻ്റ് ആയി പോകുമ്പോൾ അതിനെ ആശ്രയിച്ച് കഴിയുന്ന പാരസൈറ്റും അതുപോലെ തന്നെ എക്സ്റ്റിൻ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇൻ കോ ഇവോൾവ്ഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം എക്സ്റ്റൻഷൻ ഓഫ് വൺ കോസസ് ദി എക്സ്റ്റൻഷൻ ഓഫ് അതർ. നമുക്കറിയാം ചില ചെടികളൊക്കെ പോളിനേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകതരം ബേർഡ്സും അല്ലെങ്കിൽ ഇൻസെക്റ്റൊക്കെ വേണം. അപ്പോൾ ഈ ഇൻസെക്റ്റൊക്കെ നശിച്ചു പോവുകയാണെങ്കിൽ, എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ ആ ചെടിക്ക് പിന്നെ പോളിനേഷൻ നടത്താൻ സാധിക്കത്തില്ല. പുതിയ ചെടികൾ അങ്ങനെ ഉണ്ടാകാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു പോളിനേറ്റർ നശിച്ചു പോകുമ്പോൾ ആ പ്ലാന്റും കൂടെ നശിച്ചു പോവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. എന്തൊക്കെയാണ് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് എന്ന്? അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, മൂന്നാമത്തെ അലൈൻ സ്പീഷ്യസ് ഇൻവേഷൻ, നാലാമത്തെ ഇനി അടുത്ത ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. എന്ന് വെച്ചാൽ ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. അത് 2 തരത്തിലുണ്ട്, ഇൻസിറ്റു കൺസർവേഷനും
എക്സിറ്റു കൺസർവേഷനും. അപ്പം ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ സൈറ്റ്. ഇപ്പം ഓരോ ജീവികളുടെയും നാച്ചുറൽ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് മനുഷ്യനിർമ്മിതമായ എക്കോസിസ്റ്റത്തിൽ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ നമ്മൾ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ അഥവാ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് എക്സിറ്റു കൺസർവേഷൻ, ഓഫ് സൈറ്റ്. അപ്പോൾ ആ ജീവികളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനൊക്കെ നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് വേറൊരു നമ്മൾ അറ്റ്മോസ്ഫിയർ കൊടുക്കുകയാണ് വളരാനായിട്ട്, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക. നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു പുറത്ത്, ഓഫ് സൈറ്റ് ആണ് കൺസർവേഷൻ. നമുക്ക് നോക്കാം ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നും അവ എന്തുവാണെന്ന് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് നാഷണൽ പാർക്ക്, സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, സീക്രട്ട് ഫോറസ്റ്റ്. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്, സോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്സ്, ക്രയോ പ്രിസർവേഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ദേശീയ ഉദ്യാനം നമ്മൾ പറയുന്നു മലയാളത്തിൽ. അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി റിസർവ്ഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ വൈൽഡ് ലൈഫ്. അപ്പോൾ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇതിനെ കണക്കാക്കുന്നതിനാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയാസ് ആണ്. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഒന്നും പറ്റത്തില്ല, കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഗ്രേസിങ്, മറ്റ് കന്നുകാലികളെയൊന്നും കയറ്റി അവർക്ക് തീറ്റ തിന്നാനൊന്നും അവിടെ അനുവദനീയമല്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അതിന് എക്സാമ്പിളാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇൻ കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്കാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്ത സാങ്ച്വറി, വന്യജീവി സങ്കേതം. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് അനിമൽസിൻ്റെ പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഇവിടെ കുറച്ചൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻ കുറച്ച് കുറവുണ്ട്. നമുക്ക് ഈ ഫോറസ്റ്റിൽ നിന്ന് ടിമ്പേഴ്സ് കളക്ട് ചെയ്യാം, മരങ്ങൾ കത്തിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാക്സും ഹണിയൊക്കെ കളക്ട് ചെയ്യാം, മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റൊക്കെ കളക്ട് ചെയ്യാം. പ്രൈവറ്റ് ഓണർഷിപ്പ് അലോഡ് ചെയ്തിട്ടുണ്ട് സാങ്ച്വറിയിൽ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും അവിടെയുള്ള അനിമൽസിൻ്റെ ജീവന് ഭീഷണി ആകാതെ വേണം ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാമ്പിളാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ വന്യജീവി സങ്കേതം. ഇനി അടുത്തത് ബയോസ്ഫിയർ റിസർവ്സ് ആണ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലാൻഡ് ഓർ കോസ്റ്റൽ എക്കോസിസ്റ്റം ഫോർ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ്. അപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ കോസ്റ്റൽ എക്കോസിസ്റ്റത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംരക്ഷണം, ഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സുസ്ഥിരമായ ഉപയോഗത്തിന് വേണ്ടിയാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയനെ നമ്മൾ ബയോസ്ഫിയർ റിസർവ് ആക്കി മാറ്റിയിട്ട് ആ ഏരിയനെ നമ്മൾ സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കുക, ഒരു ഏരിയനെ സംരക്ഷിക്കുമ്പോൾ അവിടെയുള്ള ജീവികളൊക്കെ അതിൻ്റെ കൂടെ തന്നെ സംരക്ഷണം ലഭിക്കുന്നു. ഇനി അടുത്തതാണ് സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാവുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു ചെറിയ ഈ അമ്പലങ്ങളോടൊക്കെ ചേർന്നും വീടുകളോട് ചേർന്നൊക്കെ ആയിട്ട് കാവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാവുകൾ ഇഷ്ടം പോലെ മരങ്ങളും അതിനോട് കൂടെ തന്നെ കുറേ ജീവികളും ഉണ്ട്. അപ്പോൾ അതും ഒരു ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഇനി എക്സിറ്റു കൺസർവേഷൻ ഇവിടെ പറയുന്ന ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്. അപ്പോൾ നമ്മൾ അതെന്ന് പറഞ്ഞാൽ ജീനൊക്കെ സംരക്ഷിക്കുന്നതാണ്. പിന്നെ സോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ഇതൊക്കെ നമുക്കറിയാം. നമ്മളൊരു സ്പെസിഫിക്, ഇപ്പോൾ സോളജിക്കൽ പാർക്ക് സൂ ഒക്കെ ഉണ്ട്, തൃശ്ശൂർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അപ്പോൾ സൂവിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പ്രത്യേക സംരക്ഷണം കൊടുത്ത് വളർത്തുന്നതാണ് സൂവ്, അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ. ഇത് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് these are the regions with a high species richness and high degree of endemism but most threatened. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ സ്പീഷ്യസ് റിച്ച്നെസ് ഉണ്ടായിരിക്കണം, ഹൈ സ്പീഷ്യസ് റിച്ച്നെസ് ഉണ്ടായിരിക്കണം, കുറേ സ്പീഷ്യസുകൾ ഉണ്ടായിരിക്കണം ഏരിയയിൽ. കൂടാതെ ആ സ്പീഷ്യസ് ഒക്കെ എന്തായിരിക്കണം? എൻഡമിക്കും ആയിരിക്കണം. എൻഡമിക് എന്ന് പറഞ്ഞാൽ
ഒരു സ്പീഷ്യസ് ആ സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ. അതാണ് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. വേറെ എവിടെയും കാണത്തില്ല. എന്നുവെച്ചാൽ എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷ്യസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏരിയയെ നമ്മൾ ഹോട്ട്സ്പോട്ട് ആക്കണമെങ്കിൽ ആ ഏരിയയിൽ എന്തായിരിക്കണം? ആ ഏരിയയിൽ ഹൈ സ്പീഷ്യസ് റിച്ച്നെസ്സും ഉണ്ടാകണം, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസും ഉണ്ടാകണം അവിടെ. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ത്രെറ്റൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ വംശനാശത്തിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുമായിരിക്കും ഈ ഹോട്ട്സ്പോട്ടിൽ കാണുന്നത്. ഈ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പം വെരി ഹൈ സ്പീഷ്യസ് റിച്ച്നെസ് ആയിരിക്കണം, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഈ 2 വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ട്സ്പോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പോയിൻറ്റ്സ് എന്തായാലും നമ്മൾ എഴുതണം. ഇനി ലോകത്തിൽ ആകെ മൊത്തം 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതിൽ 3 എണ്ണം ഇന്ത്യയിലാണ്. അതിന് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇന്തോ ബർമ ആൻഡ് ഹിമാലയാണ് ഈ ഇന്ത്യയിലുള്ള 3 ഹോട്ട്സ്പോട്ട്. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇന്തോ ബർമ ആൻഡ് ഹിമാലയ. എക്സാമിനപ്പോൾ നിങ്ങൾക്ക് വാട്ട് ആർ ഹോട്ട്സ്പോട്ട്സ് എന്ന് ചോദിക്കാം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് ചോദിക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി ഇതിനൊരു ഓവറോൾ ഒരു കണക്കാണ് പറയുന്നത്. ഈ ഓൾ ഹോട്ട്സ്പോട്ട്, ലോകത്തുള്ള എല്ലാ 34 ഹോട്ട്സ്പോട്ടും കവർ ചെയ്യുന്നത് ഭൂമിയുടെ 2% കുറവാണ് എല്ലാ ഹോട്ട്സ്പോട്ടും ഉള്ളത്. പക്ഷെ അവിടെ എന്താണ്? എക്സ്ട്രീം സ്പീഷ്യസ് റിച്ച്നെസ് ആണ്. സ്പീഷ്യസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഈ 2% കുറവാണ് ഹോട്ട്സ്പോട്ട് എങ്കിലും ആ ഹോട്ട്സ്പോട്ടിൽ സ്പീഷ്യസ് റിച്ച്നെസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഹോട്ട്സ്പോട്ടുകളാക്കി നമ്മൾ സംരക്ഷിക്കുമ്പം അതിലൂടെ നമുക്ക് ഏകദേശം ഒരു 30%-ലധികം സ്പീഷ്യസിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹോട്ട്സ്പോട്ട് വഴി സംരക്ഷിക്കുന്നത് വഴി ആ ഒരു 30%-ശതമാനത്തോളം സ്പീഷ്യസിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ഹോട്ട്സ്പോട്ട് എന്താണെന്ന് ചോദിക്കും എക്സാമിന്. അപ്പോൾ അത് സ്പീഷ്യസിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, സ്പീഷ്യസ് റിച്ച്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് എക്സാമിന് ആൻസർ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി 4 പോയിൻറ്റ്സ് പഠിക്കണം. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഈ എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എക്സാമിന്.